ഇതൊരു വിഷചികിത്സാ ക്ഷേത്രമാണ്. നിങ്ങൾ എത്ര ചികിത്സിച്ചിട്ടും നിങ്ങളുടെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നാൽ മതി. ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരുവാൻ സാധിക്കുന്നതാണ്. ചിലന്തി വിഷം മൂലമുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വന്നാൽ മാറുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെയല്ല, ഇവിടെ ഈ വിഷ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭസ്മം കൊടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ ആ ഭസ്മം നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. അങ്ങനെ വ്യത്യസ്തമായൊരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് കരുമാത്ര ക്ഷേത്രം. ഇവിടെ പരമശിവൻ്റെ ഒരു ഭാവമായ ഇട്ടിയച്ചനും അമ്മയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഇത് ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന കവാടമാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കരുമാത്ര ക്ഷേത്രം എന്നുള്ളത്. അപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകാം. ഇത് മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100-200 മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഇവിടെ വലിയൊരു ബോർഡുണ്ട്, കരുമാത്ര ഇട്ടിയച്ചൻ ശരണം. ഇവിടെ ഇട്ടിയച്ചനും അമ്മയുമാണ് ഇവിടുത്തെ പ്രധാന മൂർത്തികൾ. ഇതുപോലെ ഇട്ടിയച്ചനും അമ്മയും മൂർത്തിഭാവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. എവിടെയെങ്കിലും ഉള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഇന്നിപ്പം സാമാന്യം നല്ല തിരക്കാണ് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്ന നല്ല ശതമാനം ആൾക്കാരും എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കായിരിക്കും ഇവിടെ വരുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ചികിത്സാ ക്ഷേത്രമാണിത്. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഗ്രഹ ആരാധനയാണല്ലോ, അതുപോലെ തന്നെ വിശേഷാൽ നേദ്യങ്ങളും പൂജകളും ഒക്കെ നടക്കുമല്ലോ. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഗ്രഹ ആരാധനയും ഇല്ല, വിശേഷാൽ നേദ്യങ്ങളും പൂജകളും ഒന്നും ഈ ക്ഷേത്രത്തിൽ ഇല്ല. അത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. നമ്മൾ ഇവിടെ വന്ന ശേഷം നമ്മൾ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ എന്ത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നതെന്നും അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന ശേഷം ഇവിടെ നിന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. വിശദമായിട്ട് തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു തന്നു. നമുക്ക് ഇപ്പം ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഇതൊരു വിഷ ചികിത്സാ ക്ഷേത്രമാണ്. അതിൽ തന്നെ മുഖ്യമായിട്ടും ചിലന്തിയുടെ വിഷം. ഈ ചിലന്തി അല്ലെങ്കിൽ എലി അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടും. അപ്പം അങ്ങനെയുള്ള ഈ ചൊറിഞ്ഞു പൊട്ടുന്നതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ചികിത്സകൾ നമ്മൾ നടത്തിയിട്ടും നമുക്ക് ആശ്വാസം കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ചികിത്സാ രീതി കൊണ്ട് വളരെ ആശ്വാസം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത്. ഈ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് തരുന്നത് ചികിത്സയുടെ ഭാഗമായിട്ടൊരു ഭസ്മമാണ്. ഈ ഭസ്മം നമുക്ക് ഈ ദേഹത്ത് എവിടെയെങ്കിലും ചൊറിഞ്ഞു പൊട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ അത് ആശ്വാസം ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കദളിപ്പഴവും നമുക്ക് തരും. ഈ കദളിപ്പഴം നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് നമുക്ക് തരുന്നത്. ഏറ്റവും പ്രധാനം ഈ ക്ഷേത്രത്തിൽ നിന്ന് പറയുന്ന രീതിയിലുള്ള ആഹാരം തന്നെ നമ്മൾ കഴിച്ചിരിക്കണം. അത് പ്രത്യേകിച്ച് സസ്യാഹാരം ആയിരിക്കണം കഴിക്കുന്നത്. അത് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ചൊറിച്ചിലും ഈ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഈ വ്രണങ്ങളും മാറത്തുള്ളെന്ന് അവർ തീർത്ത് പറയുന്നുണ്ട്. ഈ ക്ഷേത്രം ഇവിടെ എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിയച്ചനും അമ്മയും താമസിച്ചു കൊണ്ടിരുന്ന ഒരു വീടായിരുന്നു. അന്ന് അവർ അവിടെ ഈ വിഷ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ പാമ്പിൻ്റെ വിഷത്തിനും ചിലന്തിയുടെ വിഷത്തിനും ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഇവിടുന്ന് അസുഖം മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഇട്ടിയച്ചനും അമ്മയും അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അത് സാക്ഷാൽ പരമശിവൻ്റെ അവതാരമായ ഇട്ടിയച്ചനും അമ്മയും ആയിരുന്നു എന്നാണ് വിശ്വാസം. അവർ അന്ന് താമസിച്ചു കൊണ്ടിരുന്ന ആ വീടാണ് ഇപ്പോഴും ഈ ക്ഷേത്രമായിട്ട് നിൽക്കുന്നത്. ആ 2 മുറികളാണ്. ഒരു മുറിയിൽ ഇട്ടിയച്ചൻ്റെയും ഒരു മുറിയിൽ അമ്മയുടെയും, അങ്ങനെ 2 പേരുടെയും പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം ശരിക്കും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാരാണ് ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ ഉത്സവമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ ഒരു വർഷം 3 പ്രാവശ്യം ഇവിടെ പ്രത്യേക പൂജകൾ നടക്കും. അത് പിതൃമാതൃ പൂജകളാണ്. തുലാമാസം, കുംഭമാസം, കർക്കിടക മാസം എന്നീ മാസങ്ങളിലെ കർത്തവാവിൻ്റെ തലേ രാത്രി
വെള്ളം കുടിവെപ്പ് എന്ന പ്രത്യേക പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കും ആയിരിക്കും. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ നിന്നും നല്ല മികച്ച വിളവ് കിട്ടുമെന്നാണ് വിശ്വാസം. അതിനുവേണ്ടിയൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ ക്ഷേത്രം ഇരിക്കുന്നത് തന്നെ ഒരുപാട് പാടശേഖരങ്ങൾക്ക് ചേർന്നാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഈ ഭക്തജനങ്ങൾ വരുന്ന സമയത്ത് ഈ നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയും ചന്ദനത്തിരിയൊക്കെ ഒരുപാട് ഇവിടെ സമർപ്പിക്കാറുണ്ട്. അത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാം അത് നമുക്ക് ലഭ്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് വരുന്ന വഴികളിലെല്ലാം അത് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ചൊവ്വ, വെള്ളി, ഞായർ ഈ 3 ദിവസങ്ങളിലാണ് ഏറ്റവും തിരക്ക് വരുന്നത്. അതിൽ തന്നെ ഞായറാഴ്ച ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ്. ഈ ക്ഷേത്രം ഇത് ആലപ്പുഴ ജില്ലയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയത്ത് നിന്നായാലും ചങ്ങനാശ്ശേരിയിൽ നിന്നായാലും കൈനടി പോകുന്ന ബസ്, ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുവാൻ സാധിക്കും. ഈ ക്ഷേത്രം MC റോഡിൽ നിന്നും കുറേ ഉള്ളിലേക്ക് കയറിയാണ് ഈ കൈനടി എന്ന് പറയുന്ന സ്ഥലം. ക്ഷേത്രത്തിൻ്റെ മുൻവശം വരെയും വാഹനങ്ങളൊക്കെ വരുന്നതാണ്. അവിടെ ഒരു പാർക്കിംഗ് ഏരിയയും എല്ലാം ഉണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ഇത് കുട്ടനാടൻ പാടശേഖരങ്ങളോട് ചേർന്നാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പാടശേഖരം കിടക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇപ്പം ഞാൻ ഈ വന്ന സമയത്ത് കൃഷിയെല്ലാം കഴിഞ്ഞ് വെള്ളം കയറി കിടക്കുന്ന ഈ നേരത്ത് മുഴുവനും ആമ്പലുകൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഇവിടെ കൃഷി തുടങ്ങിക്കഴിഞ്ഞാണ് നമ്മൾ വരുന്നതെങ്കിൽ പച്ച പുതപ്പ് വിരിച്ച പോലെ മനോഹരമായ ഒരു കാഴ്ചയെ നമുക്കിവിടെ നിന്നാൽ കാണുവാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ കുളവും ഉണ്ട്. ഈ ക്ഷേത്രം തുറക്കുന്നതും അടക്കുന്നതും ഒക്കെ സാധാരണ ക്ഷേത്രം തുറക്കുന്നതും അടക്കുന്നതുമായ സമയം തന്നെയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനും കുട്ടികളൊക്കെ ആണെങ്കിലും മികച്ച രീതിയിലുള്ള പഠനം കിട്ടുവാനും ഒക്കെ ഒരുപാട് കുട്ടികളും അല്ലാത്തവരും കുടുംബസമേതം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ആലപ്പുഴ ജില്ലയിലെ ഈ കരുമാത്ര ക്ഷേത്രത്തിൽ നിന്നും തിരികെ മടങ്ങിപ്പോവുകയാണ്.